ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ എടാട്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ പുഴയ്ക്കിലാണ്. പുഴയ്ക്കിൽ നമ്മുടെ ഇവിടെ വെള്ളം കയറിയുണ്ട്. ഇപ്പം ഇന്നലെ ഇതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ വെള്ളം കയറിയതായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ വരുന്നുണ്ട്. നമ്മളെ ആളുകളെ ഇപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ഇത് അവിടെ വെള്ളം കയറി, ഇവിടെ വെള്ളം കയറി, നീ അവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. കാരണം നമുക്ക് വൈറലാവാം, നമുക്ക് സബ്സ്ക്രൈബ് കൂടുതൽ കിട്ടും, അങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ എനിക്ക് തോന്നിച്ചൊരു കാര്യം വെച്ചാൽ നമ്മളെ ആൾക്കാരെ ടെൻഷൻ അടിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഒരു വിഷയം വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെങ്ങനെ നേരിടാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഈ ഭാവിയിൽ ഇനി അങ്ങനെ ഇത് തരണം ചെയ്യാം. അല്ലാണ്ട് ഓരോ പ്രാവശ്യം വന്നു, ഓരോ പ്രശ്നങ്ങൾ വന്നു, അത് തന്നെ നമ്മൾ ഏറ്റെടുത്തിട്ട് അയ്യോ വെള്ളപ്പൊക്കം, ഇതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലാ കൊച്ചുകുട്ടിക്ക് അറിയാം എന്താ കാരണം. പക്ഷെ എന്തത് നടത്തുന്നില്ല, എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവരാരും ഇതിന് തയ്യാറെടുക്കുന്നില്ല. അത് നമുക്കൊന്ന് വിചിന്തനം ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ ലോകം വിറങ്ങളിച്ച് നിൽക്കുകയാണ് ഓരോ വിഷയം വരുമ്പോൾ. അതിനെങ്ങനെ പരിഹാരം കാണാം, അതാണ് നോക്കണ്ട. അല്ലാണ്ട് ഇപ്പോൾ ഒരു വിഷയം വരുമ്പോൾ നമ്മളിപ്പോഴും പറയണ പോലെ അയ്യോ അവിടെ ദുരിതാശ്വാസ ഫണ്ട് അത് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് വെറുതെ അതൊരു ഗിമ്മിക്കായിട്ട് വരില്ല വേണ്ട. നമുക്ക് അതിനെതിരെ പ്രതികരിക്കണം. അല്ല ഇപ്പോൾ അതിനെതിരെ നമുക്ക് ഇനി നാടിന് എന്ത് ചെയ്യാം, അതാണ് നമുക്ക് ആലോചിക്കേണ്ടത്. നമ്മൾ വെറുതെ അല്ലാണ്ട് ഒരു വിഷയം ഉണ്ടായി, ഒരു വിഷയം വന്നു, അത് അപ്പോൾ പോയി, അത് അപ്പോഴത്തെ കാര്യം നമ്മൾ നോക്കി. പണ്ടത്തെ മഹാരഥന്മാരൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട്. ഇന്നിപ്പോൾ ഷോർട്ട് വിഷനാണ്, അതായത് ചെറിയൊരു ചിന്ത, ഒരു ഇടുങ്ങിയ ചിന്താഗതി കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പല സ്ഥലത്തും പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പോയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിച്ചില്ല. നമ്മളൊരു വീഡിയോ എടുത്തിട്ട് വെറുതെ ഇട്ടിട്ട് ആളുകളെ ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിച്ചു. അപ്പോൾ ഞാൻ പുഴയ്ക്കലിന് സോളമൻ എടാട്ട് എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നേരിടും. പല പ്രതിസന്ധികളും വന്നിട്ട് നമ്മൾ നേരിട്ടിട്ടുള്ള ആൾക്കാരാണ് കേരളീയർ, അല്ലെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ എല്ലാ മനുഷ്യന്മാരും. അപ്പം നമ്മൾ ഇതിനെ നേരിടും. അപ്പം നമ്മൾ ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ എടാട്ട്. പുലർച്ചെ സമയം അധികമൊന്നും ആയിട്ടില്ല, എങ്കിലും ഞങ്ങൾ വന്നപ്പോൾ ഈ രണ്ട് വാക്ക് പറയണമെന്ന് തോന്നിച്ചു, അതൊന്ന് പറഞ്ഞതാണ്. ഹായ്.